Hello, welcome back to my channel. ഇന്നത്തെ ഒരു തണുത്ത് വിറച്ച ഒരു വ്ളോഗാണ്. ഇവിടെ ഫുൾ സ്നോ ഷവേഴ്സ് ആണ്. സ്വീഡനിൽ ഇക്കൊല്ലത്തെ ഫസ്റ്റ് ആണ് ഇങ്ങനത്തെ സ്നോ വരുന്നത്. ഒരു 2 days ബിഫോർ ചെറുതായിട്ടൊരു സ്നോ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഹെവി സ്നോ ഒരു ജാനുവരി ഫെബ്രുവരി ആ സമയത്താണ് ഉണ്ടാവാറ്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം തന്നെ അയ്യോ ഭയങ്കര സ്നോ. ഞാൻ ഈ ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നേ ഉള്ളൂ. കൈയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രോസണായി മാറും. നോക്കി ഇവിടെയൊക്കെ നോക്കി ഭയങ്കര സ്നോയാണ് ഇവിടെ ഫുള്ള്. എന്താ പറയാ, ഇപ്പൊ ഈ വിന്റർ സീസൺ ഈ ഓട്ടം സീസണിന്റെ ഒക്കെ സമയത്ത് സ്വീഡൻ എന്ന് പറയുന്നത് ഫുള്ള് ഡാർക്കാണ്. ഇപ്പൊ നോക്കിയാൽ ഫുള്ള് വൈറ്റ് ആണ്. എല്ലാവരും വെളുത്തിരിക്കുന്നത് ഈ സ്നോമാനുകളും എല്ലാമായിട്ട് സൂപ്പർ. ജസ്റ്റ് എന്റെ കാലെന്ന് വീങ്ങിപ്പോ എന്തോരാ. ഇവിടെ ക്ലീൻ ആക്കി ഇട്ടേക്കാ. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണ ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കയറാനും ഇറങ്ങാനും. ബാക്കിയൊക്കെ പിന്നെ അതിനും അവിടെ കൂടി പോയി കളിച്ചു വന്നു. എന്താണ് ശരിക്കും ഈ സ്നോ നമ്മുടെ കണ്ണിലേക്ക് അടിച്ചിട്ടേ, അപ്പൊ നമുക്ക് ഗ്ലാസ് വെക്കുന്നത് നല്ലതാ. നമുക്ക് അല്ലെങ്കിൽ കണ്ണൊക്കെ ഇതായി പോവും. ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി പോയ വഴിയിലൂടെ പോവാം. എന്റെ ഉള്ളിക്കോട്ടെ. എവിടെങ്കിലും സ്നോ മോളിക്കൊക്കെ കാറുമ്മയും ഈ റൂഫിന്റെ പുറത്തൊക്കെ സ്നോ ആയിട്ട്. നമ്മുടെ അപ്പാർട്ട്മെന്റിലുള്ള ഒരു പാർക്കാണ് ഈ കിഡ്സിന്റെ ഒരു പാർക്ക്. അതിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കിയേ. അവിടെ മഞ്ഞുമലയാമ കയറിട്ട് കാലൊക്കെ ക്യാപ്പിലിരിക്കൂടാ. ഇതൊക്കെ നോക്ക്. ഇതെന്താ ഇപ്രാവശ്യം ഭയങ്കര നേരത്തെയായില്ലേ? ഭയങ്കര നേരത്തെ ഹെവി ഇത്ര സ്നോ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്നോ ഉണ്ട്. ഇതിന് ഒരു 2 days അല്ലെ 2 years ബിഫോർ നമുക്ക് സ്നോയേ ഇല്ലാണ്ട് ക്രിസ്മസിന്റെ അന്ന് ഒരു സ്നോ വന്നൊരു ടൈമില്ലേ. പക്ഷെ മരത്തുമൊക്കെ ഇലകൾക്ക് ഓരോ സ്നോയാണ്. ഡോഗ്സിനൊക്കെ കൊണ്ടുപോടില്ലേ? ഈ ഡോഗ്സിനൊന്നും ഇത്ര കോൾഡ് എഫക്ട് ചെയ്യില്ലേ? ചിലവരിങ്ങനെ ഡ്രസ്സൊക്കെ ഇടിച്ച് കാലിന്മേക്ക് കട്ടിയുള്ള രോഗം കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിളൊക്കെ ഇരിക്കണൊക്കെ.
ഞാൻ ഇവിടെ ചെന്നൊന്ന് മരം കുലുക്കട്ടെ. അവിടെ ആക്ച്വലി നമ്മൾക്ക് ഈ സ്നോ കാണുമ്പോൾ ഇത്രയും ഹാപ്പി ഇത് ഫസ്റ്റ് ടൈം ആയ കാരണം കേട്ടോ. ഈ ഇയറിലെ ഫസ്റ്റ് ടൈം അല്ലേ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്നോ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊന്നും കഴിയുന്നില്ലേ എന്ന് തോന്നുന്നു. ബാക്കിയിട്ട് വന്നാലോ? ഞാൻ കുറച്ച് ബാക്കി ചെയ്തിട്ട് വരാം. റണ്ണാ മൂക്കും കുത്തി വീഴും. നമുക്ക് അപ്പുറത്തോടെ കാറിലൊക്കെ. നമ്മുടെ നാട്ടിലും നമ്മൾക്ക് ഫസ്റ്റ് ടൈം മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷല്ലേ. അത് കഴിഞ്ഞ് മഴയും വെള്ളപ്പൊക്കൊക്കെ ആവുമ്പോ രണ്ടാവും. അയ്യോ നൈനു നോക്ക്, ഞാനൊരു ക്യാരറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് സ്നോമാൻ വെച്ച് കൊടുക്കാൻ. ഫാൾ ഡൗൺ ആവല്ലേ? പിള്ളേര് ഇതിന്റെ മേലെ കയറി കളിക്കണ്ടല്ലോ. ഞാൻ എവറസ്റ്റ് കീഴടക്കി. നൈനു നോസ് വെച്ച് കൊടുത്തോ? നടക്കാതെ പറ്റില്ല. ന്യൂ വൺ ഉണ്ടാക്കാനാ? നമ്മുടെ അവിടെ ഉണ്ടോ? അയ്യോ വീട് അവരുടെ ഉള്ളിൽ അവരുടെ കേവ് ഉണ്ടാക്കി ഇഗ്ലു. അതിനുള്ളിൽ ഇഗ്ലു. ഞാൻ ഇഗ്ലു ഐസ് ഹോട്ടലാണോ? Let's walk. Okay. ഇഗ്ലു ഇതുണ്ടാക്കിയതാണോ? ആ ഒഴിച്ചു. ഇത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നാണോ അല്ലെ? റോഡിന്റെ അടുത്തേക്ക് പോയിട്ട് വരാം. എന്നിട്ട് ഇങ്ങനെ തന്നെ വരാം. ഇവിടെ പ്ലേ ചെയ്യാം. എന്താണേ ഞാനേ അമ്മോട് ഇത് പറഞ്ഞപ്പോ അമ്മ ചോദിക്കാം, നാട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര റെയിൻ ഉണ്ടായി വെള്ളപ്പൊക്കം വരുമ്പോ നമുക്ക് ഫുള്ള് ഹോളിഡേ ആയിരിക്കില്ലേ, അതുപോലെ വരുമോന്ന്. ഇപ്പൊ ഈ കൊറേ സർവീസസ് ഒക്കെ ഡൗൺ ആയി. പിള്ളേര് സ്നോ ബോർഡ് വെച്ച് കളിക്കണമെങ്കിൽ ഇവിടെ സ്നോ ബോർഡ് വെച്ച് കളിക്കാൻ പറ്റുണ്ടോ? ഇത്ര കട്ടില് കാലൊക്കെ വെച്ചിട്ട് നോക്കി ഉള്ളിൽ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്